ശരിക്കും പറഞ്ഞാൽ റമദാൻ മാസത്തില് വെയിറ്റ് ഗെയിൻ ചെയ്യാനും വെയിറ്റ് ലോസ് ചെയ്യാനും എളുപ്പമാണ്. പക്ഷെ നമ്മളാരും വെയിറ്റ് ഗെയിനിന് ശ്രമിക്കാറില്ല. പക്ഷെ വെയിറ്റ് ലോസിന് ശ്രമിക്കാറുണ്ട്. പക്ഷെ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ വെയിറ്റ് ഗെയിൻ ആണ് ചെയ്യാറ്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് അത്താഴം സ്കിപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. മിനിമൽ അത്താഴം അല്ലെങ്കിൽ ഒന്നും കഴിക്കാതിരിക്കുന്ന അത്താഴം. ഈ അത്താഴം സ്കിപ്പ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവണതെന്ന് ഫസ്റ്റ് നോക്കാം. നമ്മൾ അത്താഴം കഴിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ ബോഡി എന്താണ് ഒരുപാട് സമയം ഒരു 12 ടു 14 മണിക്കൂർ ഫാസ്റ്റിംഗിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ഒരു സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ബോഡിക്ക് കിട്ടുന്നത് പ്രകാരം സ്ട്രെസ് ഹോർമോൺ റിലീസ് ആവുക ചെയ്യുന്നത്. സ്ട്രെസ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ കോർട്ടിസോൾ. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺ റിലീസ് ആവുമ്പോൾ ഇതിന്റെ പണി എന്താ? ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യല, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്? നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അത്താഴം കഴിച്ചുകൊണ്ട് എങ്ങനെ വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് മലയാളീസ് പൊതുവെ അരിഭക്ഷണ പ്രിയരാണല്ലോ. അപ്പോൾ ഈ അരിഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത് പോസിബിൾ ആവില്ല. എന്നാലും പ്രോട്ടീന് നല്ലപോലെ എടുക്കുക. എന്ന് വെച്ചാൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ടയാവാം, ഇറച്ചിയാവാം, ചിക്കൻ ആവാം, എന്തും ആയിക്കോട്ടെ. പ്രോട്ടീൻ എടുക്കുക. അത് ഫ്രൈഡ് അല്ലാത്ത പ്രോട്ടീൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതൊരു 150 ഗ്രാം നിങ്ങൾക്ക് എടുക്കാം. ഇനി അതല്ല ഒരു 200 ഗ്രാംസ് ആണെങ്കിലും ഫൈൻ ആണ്. പക്ഷെ അത് കഴിക്കുന്നത് അതിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വേണ്ടത് ഫൈബർ ആണ്. പക്ഷെ നമുക്ക് ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള പച്ചക്കറിയാണ്. പച്ചക്കറി അല്ലാത്ത ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഫുഡാണ് ഓട്സ്, അതുപോലെ മില്ലറ്റ്സ്. ഇതെല്ലാം നമ്മൾ റുട്ടീനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ മില്ലറ്റിനോടുള്ള ഒരു ദോശ ആയിക്കോട്ടെ, ഒരു അപ്പം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒന്ന് മതി. ഓക്കെ. പിന്നെ ഓട്സ് ആണെങ്കിൽ നമുക്ക് ഓട്സ് ഇങ്ങനെ കഴിക്കാന്നുള്ളതല്ല. ഓട്സ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇൻസ്റ്റന്റ് ഓട്സ് അല്ല യൂസ് ചെയ്യേണ്ടത്. സ്റ്റീൽ കട്ട് ഓട്സ് ആണ് പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടെ ഒരു 5 ആൽമണ്ടോ വാൾനട്ടോ നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ കാഷ്യൂ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടെ ഒരു 2 3 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇനി കഴിക്കേണ്ട രീതിയിൽ എങ്ങനെയാ? ആദ്യമേ ഈ വെള്ളം കുടിച്ച് തുടങ്ങിക്കോളൂ. എന്നിട്ട് പ്രോട്ടീൻ എടുത്തോളൂ. കൂടെ നമ്മൾ ഈ ഫൈബർ കണ്ടന്റ് അടങ്ങിയ കാർബ് എടുത്തോളൂ. എന്നിട്ട് നട്ട്സും കൂടി. ചിലപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഭയങ്കര ഫുൾനെസ് ഓഫ് സ്റ്റൊമക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി ഇത് മാത്രം പോരാ, ഇഫ്താറിന്റെ ടൈമിലും കൂടി നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് വെയിറ്റ് ലോസ് ജേണി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ.